ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് പുറത്തേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അനുവാദ്യം പറഞ്ഞ പോലെ തന്നെ കേട്ടാ, രാത്രി മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ. കാര്യമായിട്ടുള്ള ഡെസ്റ്റിനേഷനൊന്നും ഉണ്ടാവില്ല വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്. ശരിക്കും വണ്ടി കയറി ഇരുന്നതിന് ശേഷമായിരിക്കും എടുത്തേക്ക് പോകേണ്ടതെന്ന് ചിന്തിക്കൽ തന്നെ. അങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തിയത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 3 വണ്ടി പാർക്ക് ചെയ്തിട്ട് മെല്ലെ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക്. നമ്മ പിന്നെ ഇന്ന സമയത്ത് എത്തുന്നോ ഇന്ന സമയത്ത് തിരിച്ചു പോകണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് കുറേ സമയമുണ്ട്. അതുകൊണ്ട് മെല്ലെ മെല്ലെ നടന്ന് കാഴ്ചയെല്ലാം കണ്ടിട്ട് പോവാന്ന്. അനുവാദിക്കും പൊതുവേൽ ഈ യാത്ര ചെയ്യാൻ വളരെ മടിയാണ്. അവർക്ക് ഇഷ്ടം വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്നിട്ട് അവർ രണ്ടാളും കളിച്ചോളും. ചേട്ടനും ഞാനും ഉണ്ടാവണം എന്നേലും അവർ നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷേ എയർപോർട്ടിലേക്ക് പോവാൻ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടിന്. അതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ സമയത്ത് എയർപോർട്ടിലേക്കെല്ലാം പോകുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ ഇവരെ കളി. എയർപോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്ട നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. നിറച്ചും വെള്ളത്തിൻ്റെതായാലും ലൈറ്റിൻ്റെതായാലും കുഞ്ഞു കുഞ്ഞു ചെടിയാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നുവേ. അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല എയർപോർട്ടിൽ പൊതുവേൽ. പിന്നെ അതുപോലെ മെട്രോ സ്റ്റേഷനാണ് ആ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കേട്ടോ. മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് എയർപോർട്ടിൻ്റെയും എയർപോർട്ടിലെ ഫ്ലൈറ്റിൻ്റെയും മെട്രോൻ്റെതും വണ്ടീൻ്റെതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് കാണിക്കുന്നൊരു ഷോർട്സ്. ആ ഷോർട്സ് ഞാൻ ഇടുന്നെടുത്തതാണ് കേട്ടോ. പക്ഷെ അത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്നാന്ന് മാത്രം. കണ്ട ഇവർ 3 പേര് സെറ്റാണ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ ബാക്കിലേ നടക്കുക. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള പണി. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ നാളെ പറയാം കേട്ടോ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.